ഹായ് ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ താരം വളരെ മനോഹരമായൊരു ചെടിയാണ്. അധികമായി ഈ ചെടി അങ്ങനെ കാണാറില്ല എന്ന് തോന്നുന്നു. ഏതായാലും ഈ ചെടി വളരെ മനോഹരമായി നമുക്ക് ബോർഡറായും അതേപോലെ നമുക്ക് പോണ്ടിലുമൊക്കെ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റുന്ന ഒരു സൂപ്പർ ഒരു പ്ലാന്റ് ആണ്. ഈ ചെടിയെ നമ്മൾ വാട്ടർ ബാമ്പു എന്നൊക്കെ വിളിക്കാറുണ്ട്. വാട്ടർ ബാമ്പു എന്ന് വിളിക്കാറുണ്ടെങ്കിലും ഇതൊരു ബാമ്പു ഫാമിലിയിൽപ്പെട്ട പ്ലാന്റേ അല്ല. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് ഇക്യൂസിറ്റം ഹൈമേൽ എന്നാണ്. പൊതുവെ ഇതിനെ വിളിക്കുന്നത് ഹോഴ്സ് ടെയിൽ പ്ലാന്റ് എന്നാണ്. റഫ് ഹോഴ്സ് ടെയിൽ പ്ലാന്റ്, സ്നേക്ക് ഗ്രാസ് പ്ലാന്റ് എന്നൊക്കെ ഇതിന് പല പല പേരുകളുണ്ട്. നമ്മൾ ഇതിനെ വാട്ടർ ബാമ്പു എന്നൊക്കെ വിളിക്കും. പക്ഷേ ഇതിന് ബാമ്പുവുമായിട്ട് യാതൊരുവിധ സാമ്യവുമില്ല. പിന്നെ ഇതിന് ബാമ്പുവുമായിട്ടുള്ള സാമ്യം എന്ന് പറയുന്നത് ആ നോഡുകൾ പോലെ കാണപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ്. ബാമ്പുവിനെ പോലെ സ്ട്രെങ്തോ മറ്റോ ഒന്നും തന്നെ ഈ പ്ലാന്റിന് ഇല്ല. നല്ല ഭംഗിയുള്ള പോട്ട്സുകളിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വളർത്തുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും ഈ ചെടി. ഒരു കോർണറിലൊക്കെ നമുക്ക് വെച്ച് വളർത്താൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഒത്തിരി പോട്ട്സുകളിൽ നിരത്തി വെച്ച് നമുക്ക് ബോർഡറൊക്കെ സെറ്റ് ചെയ്ത് വളർത്താനും ഒക്കെ ഈ ചെടി കൊണ്ട് സാധിക്കും. ഇതൊരു ഫൈബ്രസ് റൂട്ടോട് കൂടിയ പ്ലാന്റ് ആണിത്. ഇതിൻ്റെ അകത്ത് ഈ നല്ല കുഴൽ പോലെ കാണുന്ന ഈ പ്ലാന്റിൻ്റെ അകത്ത് ഹോളാണ് ഉള്ളത്. അപ്പോൾ ഇത് ഫേൺസിനെ പോലെ ഇതിൻ്റെ സ്പോർട്സ് വെച്ചും ഇത് പുതിയതായിട്ട് തൈകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. വളരെ പെട്ടെന്ന് ഇത് സ്പ്രെഡ് ആവും. വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ ചതുപ്പ് പ്രദേശങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. നല്ലൊരു ഗ്രീൻ കളറിൽ കാണപ്പെടുന്ന ഇതിന് ഇലകളില്ല എങ്കിലും ഇലകൾ ലോപിച്ചാണ് ഈ ബ്ലാക്ക് കളറിലുള്ള റിങ് പോലെ കാണപ്പെടുന്നത്. ഇതിൻ്റെ ഫോട്ടോസിന്തസിസ് ഒക്കെ നടക്കുന്നത് ഈ ഗ്രീൻ കളറിൽ കാണപ്പെടുന്ന ഈ ഷൂട്ടിലാണ്. ഫോട്ടോസിന്തസിസ് പ്രോസസ്സുകളൊക്കെ തന്നെ നടക്കുന്നത്. മാത്രമല്ല ഈ റിങ്ങിൽ കാണപ്പെടുന്ന ഈ റിങ് പോലെ കാണപ്പെടുന്ന ഈ സ്ഥലത്ത് നിന്നാണ് പുതിയതായിട്ട് ബ്രാഞ്ചസും റൂട്ട്സും ഒക്കെ വരുന്നതും. ഇതൊരു ചുള്ളിക്കമ്പ് പോലെ കാണുന്ന ചെടിയാണെന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ഇത് നമ്മൾ നിലത്ത് നടുകയാണെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് സ്പ്രെഡാവും. ഒരുപാട് ഏരിയയിൽ വളരെ ഫാസ്റ്റായിട്ട് സ്പ്രെഡാവുന്ന ഒരു ചെടി കൂടിയാണ് ഇത്. നമ്മൾ ഫേൺസ് കണ്ടിട്ടില്ലേ, അഥവാ പന്നൽ ചെടികൾ, അവയുടെ റീപ്രൊഡക്ഷൻ നടക്കുന്നത് പൊതുവെ നമ്മൾ അതിൽ നിന്ന് തൈകൾ മാറ്റി നട്ട് റീപ്രൊഡക്ഷൻ നടത്തുമെങ്കിലും സാധാരണയായി അതിൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് സ്പോർട്സ് വഴിയാണ്. അതുപോലെയാണ് ഈ ചെടിയിലും റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഇതിലും സ്പോർട്സ് ഉണ്ടാവാറുണ്ട്. അതായത് ഇതിൻ്റെ ഷൂട്ടിൽ 2 പാർട്സ് ഉണ്ട്, സ്റ്റെറൈൽ പാർട്സും ഫെർട്ടൈൽ പാർട്ടും. അതിൽ ഈ ഫെർട്ടൈൽ പാർട്ടിൽ ഒരു കോണിക്കൽ സ്ട്രക്ചർ കാണാറുണ്ട്. അതിൽ നമ്മൾ സ്പോർ സ്പേസ് എന്ന് വിളിക്കുന്നു. അതിനുള്ളിലായാണ് സ്പോർട്സ് കാണപ്പെടുന്നത്. ആ സ്പോർട്സ് സ്പ്രെഡായും റീപ്രൊഡക്ഷൻ നടക്കാറുണ്ട്. അങ്ങനെ പോഴ്സ് വഴിയൊക്കെ പുതിയ പ്ലാന്റ് ഉണ്ടാവാൻ ഒത്തിരി ടൈം എടുക്കും. അപ്പം ഫാസ്റ്റായിട്ട് തൈകൾ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ഇതുപോലുള്ള നോഡിൻ്റെ തൊട്ട് താഴെ വെച്ച് കട്ട് ചെയ്ത് നമ്മൾ പുതിയതായിട്ട് മണ്ണിലോ മറ്റോ നട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ആ ബ്ലാക്ക് റിങ് താഴെ തന്നെ വരിക എന്നുള്ളതാണ്. ഇതിപ്പോൾ പുതിയതായിട്ടുണ്ടായ ഒരു തൈയാണ്. പുതിയതായിട്ടുണ്ടാകുമ്പോൾ ചെറിയ ഒരു ലൈറ്റ് കളറായിരിക്കും ഇതിന്. ഇത് വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലുള്ള ചതുപ്പ് പോലെയുള്ള ഒരു കണ്ടീഷൻ ഉള്ള സോയിൽ വേണം നമ്മൾ നൽകി കൊടുക്കാൻ. എങ്കിൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇത് മൾട്ടിപ്പിൾ ആയിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മളെ പോട്ടൊക്കെ വളരെ പെട്ടെന്ന് നിറഞ്ഞു വരും. പിന്നെ ഇത് ഒത്തിരി കാറ്റും ഇതൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ ഇതുപോലെ ഈ ചെടിയൊക്കെ ചാഞ്ഞു പോകും. അപ്പോൾ ഈ ചാഞ്ഞു പോയാൽ ഈ ചെടിയുടെ ഭംഗി, ആ പോട്ടിലിരിക്കുന്നതിൻ്റെ ഭംഗിയൊന്നും കാണത്തില്ല. അപ്പോൾ ഇങ്ങനെ ചരിഞ്ഞൊക്കെ കിടക്കുന്ന ഇതിനാണെങ്കിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ആ പോട്ടിൽ ആ ചെടി ഇരിക്കുന്നത് കാണാനൊരു ഭംഗി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇനി എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ചാഞ്ഞു പോയാൽ ആ ഭാഗത്ത് നിന്ന് പുതിയ ബ്രാഞ്ചസ് ഒക്കെ പൊട്ടി വരും. അതിനെയൊക്കെ എടുത്ത് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇതിപ്പോൾ ഇവിടെ വെച്ച് കാറ്റത്ത് ഒടിഞ്ഞു പോയ ഒരു സ്റ്റെമ്മിൻ്റെ കഷ്ണമാണ്. അവിടെ നിന്ന് നല്ല പുതിയ ബ്രാഞ്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രാഞ്ച് വേണമെങ്കിൽ നമുക്ക് ഇളക്കിയെടുത്ത് പുതിയൊരു പോട്ടിലോട്ട് നട്ട് കൊടുത്താൽ അത് പുതിയ ഒരു പ്ലാന്റായിട്ട് വളർന്നു വന്നോളും. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് പുതിയ തൈകൾ ഇതിൽ നിന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. ഈ ചെടിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈ പ്ലാന്റിൽ ആൽക്കലോയിഡ്സ് എന്നൊരു ഘടകം അടങ്ങിയിട്ടുണ്ട്. ഇത് പൊതുവെ നമ്മുടെ പെറ്റ്സുകളുടെയൊക്കെ ഉള്ളിൽ ചെല്ലുകയാണെങ്കിൽ, അതായത് ഒരു വലിയ ക്വാണ്ടിറ്റിയിൽ ഈ ആൽക്കലോയിഡ്സ് പെറ്റ്സുകളുടെ ഉള്ളിൽ ചെല്ലുകയാണെങ്കിൽ അത് പോയ്സണസ് ആണ്. അതുകൊണ്ട് പെറ്റ്സുകളൊക്കെ ഉള്ള വീടുകളിൽ നമ്മൾ ഈ ചെടികൾ വളർത്തുമ്പോൾ അവയൊന്നും ഭക്ഷിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്കിതിനെ ഇത് ചതുപ്പ് പോലെ അല്ലാതെ ഡ്രൈ ആയിട്ടുള്ള സോയിൽ വേണമെങ്കിലും നമുക്ക് ഈ ചെടിയെ വളർത്താവുന്നതാണ്. പക്ഷെ ഒരു കാര്യം, അതിനെ നമ്മൾ 2-3 തവണയൊക്കെ നനച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് വളരെ പെട്ടെന്ന് ഡിവൈഡ് ചെയ്ത് വളർന്ന് വരുന്നതിന് വേണ്ടിയിട്ട് ഈ ചതുപ്പ് കണ്ടീഷനാണ് ഈ ചെടിക്ക് നല്ലത്. പിന്നെ
സൂര്യപ്രകാശത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിതിനെ ആദ്യം നല്ല ഡയറക്റ്റ് സൺലൈറ്റ് ലഭിക്കുന്ന സ്ഥലത്തായിരുന്നു ഈ ചെടിയെ ഞാൻ ആദ്യം കൊണ്ടുവച്ചിരുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഈ ചെടിയുടെ മുകൾ ഭാഗത്തൊക്കെ ഇതുപോലെ കരിയാൻ തുടങ്ങി. കുറേ ഭാഗമൊക്കെ ഇതുപോലെ കരിഞ്ഞ് ഉണങ്ങാൻ തുടങ്ങി, കുറേ ഭാഗങ്ങൾ കരിഞ്ഞുണങ്ങാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഈ ചെടിയെടുത്ത് ഷെയ്ഡിലോട്ട് വെക്കാൻ തുടങ്ങി, അതായത് ഒരു പാർഷ്യൽ ഷെയ്ഡിലോട്ട് വെച്ചു. പാർഷ്യൽ ഷെയ്ഡിലോട്ട് വെച്ചപ്പോൾ ഈ ചെടിയിൽ നല്ല ഹെൽത്തി ആയിട്ട് പുതിയ പുതിയ ബ്രാഞ്ചസ് ഒക്കെ നല്ല നിറയെ വരാൻ തുടങ്ങി. അപ്പോൾ ഈ ചെടി നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിലും വളരും, അതേപോലെ തന്നെ പാർഷ്യൽ സൺലൈറ്റിലും വളരും. പക്ഷേ എൻ്റെ അനുഭവത്തിൽ നല്ല ഹെൽത്തി ആയിട്ട് ഈ ചെടി വളരുന്നത് നല്ല പച്ചപ്പോട് കൂടി കരിയാതെ ഇതുപോലെ കരിഞ്ഞുണങ്ങാതെ നല്ല ഹെൽത്തി ആയിട്ട് വളരണമെങ്കിൽ പാർഷ്യൽ ഷെയ്ഡിൽ, അതായത് ഫിൽട്ടർ ചെയ്ത് വരുന്ന ലൈറ്റിൽ വയ്ക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഫെർട്ടിലൈസേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അധികം ഫെർട്ടിലൈസേഷൻ്റെ ആവശ്യമില്ല. ഇനി നമ്മൾ ചെടി പെട്ടെന്ന് വളരെ നന്നായിട്ട് വളരട്ടെ എന്ന് പറഞ്ഞ് ഒരുപാട് ഫെർട്ടിലൈസറൊക്കെ വാരി കോരി കൊടുക്കുകയാണെങ്കിൽ ഈ ചെടി പെട്ടെന്ന് കരിഞ്ഞു പോകും. കാരണം ഒരുപാട് ഫെർട്ടിലൈസർ ഈ ചെടിക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് 2 മാസമോ 3 മാസമോ ഒക്കെ കൂടുമ്പോൾ കുറച്ച് ഫെർട്ടിലൈസർ, അതായത് കമ്പോസ്റ്റോ അല്ലെങ്കിൽ ഉണങ്ങിയ ചാണകപ്പൊടിയോ ഏതെങ്കിലുമൊക്കെ കുറച്ചൊന്ന് ഇട്ട് കൊടുത്താൽ തന്നെ ഈ ചെടി വളരെ ഹെൽത്തി ആയിട്ട് വളർന്നു വന്നോളൂ. മുമ്പൊരു ഫിലിപ്പീൻസിൻ്റെ ട്രോപ്പിക്കൽ ഗാർഡൻസിൻ്റെ വീഡിയോ കണ്ടപ്പോൾ അവരുടെ ആ വീഡിയോയിൽ ഈ ചെടി തന്നെ നല്ല ബോർഡർ സെറ്റ് ചെയ്ത്, അതായത് പോട്ടിൽ തന്നെയാണ് നല്ല ബോർഡറൊക്കെ സെറ്റ് ചെയ്ത് നല്ല മനോഹരമാക്കി വെച്ചിരിക്കുന്നുണ്ട്. അപ്പം ഈ ചെടി എവിടെ കിട്ടുമെന്ന് കരുതി ഞാൻ അടുത്തുള്ള നമ്മളെ ഗാർഡൻ നഴ്സറികളിലൊക്കെ പോയെന്ന് അന്വേഷിച്ചപ്പോൾ അവിടെയൊന്നും ഈ ചെടി കിട്ടിയില്ല. പിന്നെ ഒരിക്കലും യാദൃച്ഛികമായിട്ടൊരു ഗാർഡനയിൽ പോയപ്പോൾ അവിടെ ഈ ചെടി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത് ഞാൻ അവിടെ നിന്ന് വാങ്ങിയത്. അന്ന് ഇതിൻ്റെ ഒരു 4-1 പാർട്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 175-200 മറ്റോ രൂപയായിരുന്നു വാങ്ങിയത്. അപ്പോൾ വാങ്ങിക്കൊണ്ടുവന്ന് നമ്മൾ ആ പോട്ടിലോട്ട് നട്ട് ചാണകപ്പൊടിയൊക്കെ ഇട്ട് നമ്മുടെ പോട്ടിലോട്ട് നട്ടപ്പോൾ തന്നെ പുതിയ പുതിയ ബ്രാഞ്ചൊക്കെ വന്നത് ഇപ്പോൾ ഈ കണ്ടീഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ഈ ചെടി കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഈ ചെടി ഒന്ന് വാങ്ങി നട്ട് വെക്കണം. എന്തായാലും നമ്മുടെ കളക്ഷനിൽ ഈ ചെടി കൂടി നിൽക്കുന്നത് തന്നെ ഒരു ഭംഗി തന്നെയല്ലേ. അത്യാവശ്യം ഈ ചെടി നല്ല ഒരു ഹൈറ്റ് വയ്ക്കും. ഇപ്പം നമ്മുടെ ഒരാളുടെ പൊക്കത്തിൻ്റെ കാട്ടി കൂടുതൽ ഹൈറ്റിലൊക്കെ ഈ ചെടി വളർന്നു വരും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ചെടിയുടെ ടോപ്പ് ഭാഗമെല്ലാം കട്ട് ചെയ്ത് നല്ല ഒരേ ലെവലിൽ കട്ട് ചെയ്തും ഈ ചെടിയെ നമുക്ക് വളർത്താം. ഞാനൊരു ഫോട്ടോ ഇവിടെ ഇട്ടേക്കാം, നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇംഗ്ലീഷുകാരൊക്കെ അവരിങ്ങനെ നല്ല ബോർഡറൊക്കെ സെറ്റ് ചെയ്ത് കട്ട് ചെയ്ത് നല്ല ബോർഡറൊക്കെ സെറ്റ് ചെയ്ത് വളർത്തുന്നത് കാണാം നമുക്ക്. പിന്നെ ഈ ചെടിയുടെ ഇതുപോലുള്ള കുഞ്ഞ് ഷൂട്ടില്ലേ, ഈ ഷൂട്ടുകളാണ് സാധാ ഇതുപോലുള്ള തിക്ക് ഷൂട്ടുകളെ കാട്ടി വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നത്. ഇതുപോലുള്ള കട്ടി കുറഞ്ഞ നല്ല നൈസായിട്ടുള്ള ഷൂട്ടുകളാണ്. അപ്പോൾ ഈ ഷൂട്ടുകളും നമുക്ക് ഇതുപോലെ ചരിഞ്ഞും ഒക്കെ കിടക്കുന്ന ഷൂട്ടുകളെ കട്ട് ചെയ്ത് നമുക്ക് പ്രൊപ്പഗേഷൻ എടുക്കാം. അതേപോലെ തന്നെ ഈ കുഞ്ഞു ബ്രാഞ്ചസുകളായി കിടക്കുന്ന അതിൽ നമുക്ക് പ്രൊപ്പഗേഷൻ എടുക്കാം. കൂടാതെ നമുക്കിതുപോലെ ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇളക്കിയെടുത്ത് അതിനെ തൈയായിട്ട് ഇളക്കിയെടുത്ത് പ്രത്യേകമായിട്ടും നമുക്ക് നട്ടെടുക്കാം. ഇതുപോലുള്ള ബ്രാഞ്ചസിനെ കട്ട് ചെയ്തും എടുക്കാം. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്ത് നോക്കാം. ഇങ്ങനെ ചാഞ്ഞും ചരിഞ്ഞും ഒക്കെ കിടന്നു കഴിഞ്ഞാൽ ആ പോട്ട് കാണാൻ ഒരു ഭംഗിയില്ല. പ്രത്യേകിച്ച് ഈ ചെടികളെ നമ്മളൊരു വൈറ്റ് പോട്ടിലൊക്കെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ നോക്കിക്കോ, ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്ന ഓരോ നോഡിൽ നിന്നും ഇതുപോലുള്ള കുഞ്ഞു ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രാഞ്ചസിനെ നമുക്ക് ഇതുപോലെ ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ കുഞ്ഞു ബ്രാഞ്ചുകൾ പെട്ടെന്ന് വളരും. മറ്റേ തിക്കായിട്ടുള്ള ബ്രാഞ്ചിൻ്റെ കാട്ടി നമ്മൾ കട്ട് ചെയ്ത് വളർത്തുന്നതിൻ്റെ കാട്ടി പെട്ടെന്ന് വളരും. അപ്പോൾ ഇതിനെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുത്ത് വെക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അല്ലാതെ ഈ ചാഞ്ഞ് കിടക്കുന്ന വലിയ ബ്രാഞ്ചിനെ നമുക്ക് കുഞ്ഞു കട്ടിങ്സ്, അതായത് നേരത്തെ കാണിച്ച ആ ബ്ലാക്ക് റിങ് വരുന്നതിൻ്റെ തൊട്ട് താഴെ വെച്ച് നമുക്ക് കുഞ്ഞു പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അവയെ നമുക്ക് നല്ല ഒരു പോട്ടിംഗ് മിക്സിലോട്ട് നട്ട് കൊടുത്താലും നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരും. അപ്പോൾ ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്ന ഒരു കട്ടിങ്സും തന്നെ നമ്മൾ കളയേണ്ട കാര്യമില്ല. കാരണം ഇതിൻ്റെ ഇതുപോലുള്ള ഈ ബ്ലാക്ക് ബാൻഡിൻ്റെ തൊട്ട് താഴെ വെച്ച് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. ഇവിടെ വെച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ. അതേപോലെ കുറേ നോഡുകളുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഓരോ നോഡിൽ നിന്നാണ് പുതിയ ബ്രാഞ്ചും അതേപോലെ റൂട്ടും ഒക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ 2 അതേപോലെ 3 നോഡുകൾ വെച്ച് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനെ നമുക്ക് ഡയറക്റ്റ് പോട്ട് മിക്സിലോട്ട് നട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിലിട്ട് കുറേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിരുന്നാലും പൊടിക്കും. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഈ ബ്ലാക്ക് പാർട്ട് താഴെ തന്നെ മണ്ണിൻ്റെ അടിയിൽ തന്നെ വരണം. തല തിരിഞ്ഞു പോയാൽ ഇത് അഴുകിപ്പോകും, ഇത് പിടിക്കില്ല. അപ്പോൾ നമുക്ക് നോഡിൻ്റെ താഴെ വെച്ച് ഏകദേശം ഒരേ ലെങ്തിൽ കുറേ പീസസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ കുറേ പീസസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പീസസും അതുപോലെ നമ്മൾ അടർത്തി എടുത്തിരിക്കുന്ന കുറച്ച് ബ്രാഞ്ചസ് ഉണ്ട്. ഈ ബ്രാഞ്ചസും നമുക്ക് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. മാത്രമല്ല ഇതിൻ്റെ നമ്മുടെ തൈ കുറച്ച് നമ്മൾ ആ മദർ പ്ലാന്റിൽ നിന്ന്
കുറച്ച് തൈ നമ്മൾ അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്ത് അതും നമുക്ക് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതായത് ഇതിൻ്റെ ഈ സൈഡിൽ നിന്ന് നമുക്ക് കുറച്ച് തൈ മാറ്റിയെടുക്കാം, അതിനെ നമുക്ക് പ്രൊപ്പഗേഷൻ കൊണ്ട് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് തൈ ഇതിലോട്ട് ചാഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഇതിൽ നിന്ന് അധികം വേരൊന്നും പോകാതെ കട്ട് ചെയ്തെടുക്കാം. അതിനെയും നമുക്ക് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും പല പല രീതികളിൽ നമുക്ക് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വേരോടുകൂടി ഇതിനെ നമുക്ക് പെട്ടെന്ന് നട്ടുകൊടുത്താൽ വളരെ പെട്ടെന്ന് വേരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പുതിയ പുതിയ തൈകൾ വന്നോളും. മറ്റത് കട്ടിങ്സ് പിടിച്ചെടുക്കാൻ കുറച്ച് സമയമെടുക്കും. ഞാനിവിടെ പോട്ടി മിക്സ് എടുത്തിരിക്കുന്നത് മണ്ണും മണലും കമ്പോസ്റ്റും കൂടിയാണ്. അതായത് മണ്ണിൻ്റെ ഹാഫ് പോർഷൻ മണലും കുറച്ച് കമ്പോസ്റ്റും കൂടിയാണ് എടുത്തിരിക്കുന്നത്. കമ്പോസ്റ്റിന് പകരം ചാണകമോ ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ കൊക്കോപിറ്റ് കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ചതുപ്പിൻ്റെ കൺസിസ്റ്റൻസി നിലനിർത്താൻ നല്ലതായിരിക്കും. അപ്പോൾ ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഡ്രെയിനേജ് ഹോളൊന്നുമില്ലാത്ത ഒരു പോട്ടിലോട്ട് നമുക്ക് നിറച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയൊരു പോട്ടാണ് എടുത്തേക്കുന്നത്. അതിലോട്ട് ഈ മണ്ണിനെ നമുക്ക് നിറച്ച് കൊടുക്കാം. പൊതുവേ നമ്മൾ ഏതൊരു ചെടിയും ആദ്യമായിട്ട് നട്ടു കൊടുക്കുമ്പോൾ ചെറിയൊരു പോട്ടിൽ നടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് വേരൊക്കെ വന്ന് നല്ല ഒരു ഹെൽത്തി ആയിട്ട് വളരുന്നതിനനുസരിച്ച് നമ്മൾ വലിയ വലിയ പോട്ടുകളിലോട്ട് മാറ്റി കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഈ ചെറിയൊരു പോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മുടെ കട്ടിങ്സുകൾ നട്ടു കൊടുക്കാം. അപ്പോൾ അത് നട്ടു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്പോ അല്ലെങ്കിൽ ഒരു ഇർക്കിലോ ഏതെങ്കിലും കൊണ്ട് ഇതുപോലെ ഹോൾസുകൾ ഉണ്ടാക്കിയതിന് ശേഷം വേണം നമ്മൾ ആ കട്ടിങ്സുകൾ അതിലോട്ട് നട്ടു കൊടുക്കാൻ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ സ്ഥലമെല്ലാം ചതഞ്ഞു പോകും. നമ്മൾ ഈ മണ്ണിലോട്ട് കുത്തി ഇറക്കുമ്പോൾ ആ പാർട്ട് വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ അത് ചതഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ ഇത് പിടിക്കത്തില്ല, ഇത് അഴുകിപ്പോകും. നമ്മൾ വെള്ളത്തിലേക്ക് നട്ട് വെക്കുമ്പോൾ ഇത് അഴുകിപ്പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഹോൾസ് ഇട്ട് വെച്ചിട്ട് അതിലോട്ട് നട്ട് കൊടുക്കുക. എന്നിട്ട് മണ്ണ് നന്നായിട്ട് അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ പറഞ്ഞു നന്നായിട്ട് വളരാൻ ഇതിന് ആ ഒരു ചതുപ്പ് കൺസിസ്റ്റൻസിയാണ് നല്ലതെന്ന്. അപ്പോൾ ആ വെള്ളം കുറച്ച് മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ വെള്ളം ടോപ്പ് വരെ നിൽക്കണം. ഇതുപോലെ നമുക്ക് നമ്മുടെ ആ ബ്രാഞ്ചസ് കട്ട് ചെയ്തെടുത്ത് ആ കുഞ്ഞു ബ്രാഞ്ചസും കൂടി നട്ടിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ ഇതും നമ്മളിതുപോലെ നട്ട് വെച്ചിട്ടുണ്ട്. എൻ്റെ ഇപ്പോൾ ഒടിഞ്ഞ പോട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഐസ്ക്രീം ഡപ്പയിലാണ് നട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏതിലായാലും കുഴപ്പമൊന്നുമില്ല. നട്ട് വേരൊക്കെ വന്നതിന് ശേഷം നമുക്ക് നല്ല ഒരു പോട്ടിലോട്ട് മാറ്റാം. ഇനി ഇതുപോലെ കട്ടിങ്സിനെ നമുക്ക് ഒരു ഏതെങ്കിലും ഒരു വെള്ളത്തിൽ കുറച്ച് നാൾ ഇട്ട് വെച്ചിരുന്നാലും പുതിയ വേരൊക്കെ വന്നിട്ട് അതിൽ നിന്ന് പുതിയ ബ്രാഞ്ചൊക്കെ വരും. അപ്പോൾ വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ ബ്ലാക്ക് റിങ്സ്, അതായത് ആ ഈ ബാൻഡ് വെള്ളത്തിൻ്റെ താഴെ വരണം എന്നുള്ളത്, അതായത് വെള്ളത്തിൽ ഡിപ്പായിരിക്കണം എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഇട്ട് അങ്ങനെ വെച്ചിരുന്ന ഒരു 1 month 2 month ഒക്കെ എടുക്കുമ്പോൾ ഇതിൽ നിന്ന് പുതിയ വേരൊക്കെ വന്നിട്ട് പുതിയ കട്ടിങ്സ് ഒക്കെ വരും. ഈ വാട്ടർ ബാമ്പു പ്ലാന്റ് അഥവാ ഹോസ്റ്റേ പ്ലാന്റിനെ നമുക്ക് പോണ്ടിലൊക്കെ നല്ല മനോഹരമായിട്ട് സെറ്റ് ചെയ്ത് വളർത്താനും പറ്റും. ഇതിനെ നമ്മൾ ഇതുപോലുള്ള പോട്ടി മിക്സിൽ ഏതെങ്കിലും ഒരു ഡ്രെയിനേജ് ഹോൾ ഇല്ലാത്ത പോട്ടി മിക്സിൽ നന്നായിട്ട് നട്ടതിന് ശേഷം ഇതുപോലെ പോണ്ടിലേക്ക് താത്തി വെച്ച് കഴിഞ്ഞാൽ ആ പോണ്ടിൻ്റെ ലുക്ക് തന്നെ മാറിക്കിട്ടും. അത്ര നല്ല സെറ്റപ്പായി നമ്മളെ പോണ്ടൊക്കെ മാറും. അപ്പോൾ നമ്മളെ കുഞ്ഞു പോണ്ടിനൊക്കെ ഒരു ക്ലാസിക് ലുക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ചെടി നമുക്ക് നട്ട് വളർത്താം. അപ്പോൾ എല്ലാവരും തന്നെ ഈ ചെടി എവിടെ കണ്ടാലും വിടാതെ വാങ്ങി നട്ട് വളർത്തണം. അപ്പോൾ നമ്മുടെ ഗാർഡനിലൊക്കെ ഒരു ക്ലാസിക് ലുക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ഹോസ്റ്റേ പ്ലാന്റ് അഥവാ സ്നേക്ക് ഗ്രാസ് പ്ലാന്റിനെയൊക്കെ നമ്മളൊരു അടിപൊളി പോട്ടിലേക്ക് നല്ലൊരു സ്ക്വയർ ഷേപ്പിലുള്ള പോട്ടിലോ അതേപോലെ നല്ല അടിപൊളി റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള പോട്ടിലൊക്കെ നല്ല സെറ്റ് ചെയ്തതൊക്കെ നമ്മൾ വളർത്തുകയാണെങ്കിൽ ഗാർഡൻ്റെ ലുക്ക് തന്നെ മാറിക്കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഹോസ്റ്റേ പ്ലാന്റ് അഥവാ റഫ് ഹോസ്റ്റേ പ്ലാന്റ് അഥവാ വാട്ടർ ബാമ്പു പ്ലാന്റ് എന്നുള്ള ഈ പ്ലാന്റിനെ കുറിച്ചുള്ള എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ആ ഇഷ്ടം സബ്സ്ക്രൈബായും ലൈക്കായും ഷെയറായും എന്നെ കൂടി ഒന്ന് അറിയിച്ചേക്കണേ. അപ്പോൾ ഇതുപോലുള്ള വളരെ മനോഹരമായ പുതിയ ചെടികളുടെ വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരേക്കും. ബൈ ഫ്രം സിജി നിജാസ്. താങ്ക് യു ഫോർ വാച്ചിങ്.